ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കാണ്. അപ്പം അതിനായിട്ട് വേണ്ടത് നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കപ്പ് മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പ് വെച്ച് അരിക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡയാണ് നമ്മൾ ഇതിനകത്തോട് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് ബേക്കിംഗ് പൗഡറാണ്. അത് ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ചേർക്കണം. ഓക്കെ, നമ്മൾ നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം. 2-3 തവണ ഒന്ന് അരിച്ചെടുക്കണം. ഇത് നമ്മൾ പേപ്പർ വെച്ച് ചെയ്യുന്ന മാർഗമാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഇത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ കൊടുത്താലും മതി. നന്നായിട്ട് അരിച്ചിട്ടു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നിവിടെ ബീറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് സയോണാര ടിസറിൻ്റെ ഹാൻഡ് മിക്സറാണ്. 300 വാട്ട്സ് ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ മുട്ടയുടെ വെള്ളം മാറ്റി വെച്ചിരിക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി വീണിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, നമുക്കിനി ഇത് ബീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ എഗ് വൈറ്റ് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് പരിവം കേട്ടോ, ഇപ്പോൾ പൊങ്ങിയിരിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഇത് നന്നായിട്ട് കുറച്ച് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. 3 മുട്ടയായിട്ടാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ നമ്മുടെ മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് നമ്മൾ കുറച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ കട്ട കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പഞ്ചസാര മൊത്തം നിന്നിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനിത് ഒരു കുഞ്ഞ് ബൗളിലോട്ട് ഒരു 1/4 കപ്പോളം എണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കപ്പ് എടുക്കുവാണെങ്കിൽ അങ്ങനെ. ഓക്കെ, ഇനി ഇപ്പം നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മൈദ മിക്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ ഇത് ഇളക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ കട്ട് ആൻഡ് ഫോൾഡാണ്. കട്ട് ആൻഡ് ഫോൾഡ് എങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ വെക്കുക. അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ തന്നെ ഇളക്കുമ്പോൾ ആ രീതിയിൽ തന്നെ ഇളക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളപ്പോൾ നമ്മുടെ ഈ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ കേക്കിൻ്റെ മുറിച്ച കഷ്ണമാണ്. ഇതിപ്പോൾ നല്ല പൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേൺ ടേബിൾ നമുക്കില്ല, അതുകൊണ്ട് ഒരു കുഞ്ഞൊരു ബൗളും അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചാൽ ടേൺ ടേബിളായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രീം തേക്കാൻ തുടങ്ങുകയാണ്. അത് നമുക്ക് കുറച്ച് ക്രീം നമ്മുടെ the way that things have been. Oh,